കണ്ടോ കെട്ടിടയില്ല, അതിന്റെ മുകളിൽ അങ്ങോട്ട് നോക്ക്, ഉച്ചിയില് അവിടെ പോയാലോ. കെട്ടിടം കണ്ടായിരുന്നു. ആ, ഞാൻ വന്ന അന്നോട്ട് പറയുന്നതാണത്. മൗണ്ട് ഫുജി പോലെ ഉണ്ട്. മൗണ്ട് ഫുജി റെപ്റ്റ് ആവുക നമ്മളോട് കയറും. വെയിറ്റ് പോവാ അങ്ങോട്ട്. അവിടെ വണ്ടി എടുക്കണില്ലേ? എൻ്റെ പോയി പെടണോ? സോ ഇതാണ് സൈലോ കാസ്ട്രോ വില്ലേജിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാമോ? അറിയത്തില്ല. നമ്മളങ്ങനെ പോവാണ്. നമ്മൾക്ക് ഇന്ന് എവിടെയില്ല. നമ്മള് വഴിക്ക് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഇറങ്ങി കാണുക അല്ലേ. നോ പ്ലാൻ. സോ വണ്ടിയിൽ ഫുൾ എണ്ണ അടിച്ചിട്ടുണ്ട്. വലിയ വെതറും വലിയ ഗുണമില്ല. ഇച്ചിരി വെയിൽ കുറവാണ്. ചെറിയ മഴയുണ്ടായിരുന്നു, ഇപ്പം മഴയില്ല. സോ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് സൈറ്റ് സീയിങ് ആണെന്ന്. സൈറ്റ് സീയിങ് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ മലയുടെ മുകളിലൊരു കെട്ടിടം കാണുന്നുണ്ട്. കെട്ടിടം നിനക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളുടെ കണ്ണിന് എന്തോ കുഴപ്പമുള്ളതാണത്. സോ ആ മല കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം നമുക്ക്. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള മല എന്ന് പറഞ്ഞാൽ നോക്കിയാൽ വരും. ഓക്കെ, ചുണ്ടല്ല കൊടുക്കും മല. ആ മാപ്പിൽ ഇങ്ങനെ ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മൗണ്ടനോ സമ്മിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. സോക്രട്ടീസിന്റെയും പ്ലേറ്റോയുടെയൊക്കെ പിൻതലമുറക്കാരിൽ ഉള്ള ആൾക്കാരാണല്ലേ? പ്ലൂട്ടോ അല്ല, സോക്രട്ടീസും ഞാൻ എന്താ പറഞ്ഞേ? പ്ലേറ്റോയോ പ്ലൂട്ടോയാണോ? അങ്ങനെ കുറെ പേരുണ്ടല്ലോ. സോക്രട്ടീസ്, ഹെർക്കുലീസ് എല്ലാം ഇവിടെ ഗ്രീക്കുകാരാണല്ലേ? അഥീന ഒരു സിറ്റിയാണ് ഇവിടുത്തെ. Let's see if we can go to Athena. Let's go there. എനിക്കൊരു മൗണ്ടൻ വില്ലേജിൽ പോയാൽ കൊണ്ടുവരും. നല്ലൊരു കുഞ്ഞു വില്ലേജ്. പക്ഷെ നമ്മൾ പോയ പോലത്തെ വില്ലേജ് അല്ല ഇത്. ജസ്റ്റ് ഈ ടൗണിന്റെ അടുത്തുള്ള വില്ലേജ് അല്ലേ? ജസ്റ്റ് റിമോട്ട് കുറച്ച് ഡ്രൈവ് ചെയ്തിട്ട് അങ്ങനെയുള്ള വില്ലേജ്. നേരെ പോയി നോക്കും മലയല്ലേ. നോക്കുവാണോടി? ആ ഡയറക്ഷനിലോട്ട് നോക്കും. ആ ഡയറക്ഷനിലോട്ട് നോക്കും. മാപ്പ് എടുത്തിട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല അതിന്റെ മുകളിൽ അത് നോക്ക്. നിങ്ങൾക്ക് കാണാൻ വയ്യ. അതെങ്ങനെയാണ് ബിൽഡിംഗ് ആവണത്? അതെങ്ങനെയാണ് അത് അപ്പുറ സൈഡിൽ കൊടുത്തത്? അതെങ്ങനെയാണ് ബിൽഡിംഗ് ആവണത്? അങ്ങനെ പൂർത്തിരിക്കുന്നത് കോറൽ ഗ്യാസ് ആണ് ഇവിടുത്തെ ഷെല്ലിന്റെ പേര്. കോറൽ ഗ്യാസ് കേട്ടോ. തൃക്കാലയിലോട്ട് നമ്മൾ പോവാണ്. തൃക്കാല ഷെല്ല് പെട്രോൾ പമ്പ് കണ്ടില്ലേ? കക്കയുടെ ഷെല്ലുണ്ട്, ഷെല്ലിന്റെ പെട്രോൾ ഉണ്ട്.
പക്ഷെ ഇവിടുത്തെ വണ്ടികളെല്ലാം പഴയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ പിന്നെ നല്ലതുണ്ട്. നമ്മള് ട്യൂണീസിയ പോയപ്പോ ഓർമ്മയുണ്ട്, എല്ലാ പഴയ വണ്ടി ടക്കിയിലും തുരുമ്പിച്ച വണ്ടികൾ അത്രയും ഓൾഡ് 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 വിന്റേജ് വണ്ടികൾ. എങ്ങോട്ടാണ്? റൈറ്റിലോട്ടാണോ? ആയിരിക്കണമല്ലോ. അതെങ്ങനെ വെച്ച നീ മൗണ്ടനിലോട്ട്? ഉണ്ടോ? വഴിയുണ്ടോ? അങ്ങോട്ട് വലിയൊരു ഹൈവേ ആണല്ലോ ആ റോഡ് കണ്ട. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ അങ്ങോട്ട് പോണ വഴി നമ്മൾ ഓർമ്മയില്ലേ? ആത്തൻസിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് വന്ന വഴിയില്ലേ? ആ റോഡാണിത്. നമ്മൾ ഏത് സൈഡിൽ കൂടെ പോകുന്നത്? ഇങ്ങോട്ടാണോ? അതല്ല ഞാൻ ചോദിക്കണേ. റൗണ്ട് ബോട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് പോകാനുള്ളതെന്ന്. അതെങ്ങനെയാണത്? ഓ, ഇങ്ങനെ ഇങ്ങോട്ട് പോണം അല്ലേ? In 400 meters, slight right. സിമെട്രി ഉണ്ട്. അപ്പൊ ഇങ്ങോട്ടാണോ പോണത്? സോക്രട്ടീസിന്റെ ഹൗസ് ഉണ്ട്. നമ്മള് വാസ്കോ ഡ ഗാമയുടെ ഹൗസ്. ഡ്രൈവ് സേഫ്ലി. ഇതെങ്ങനെയൊക്കെ ഇവിടുത്തെ റോഡിന്റെ ഒരു സിസ്റ്റം എനിക്ക് മനസ്സിലാവുന്നില്ല. സോ കൺഫ്യൂസിംഗ് ആണ് അല്ലേ? നമ്മൾ ഇത്രയും നാൾ പോയിട്ടുള്ള കൺട്രികളിലെ എല്ലാത്തിനെക്കാട്ടിയും സോ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള റോഡ് ലേ ഔട്ട്സ് ആണ് ഇവിടെ. സോ ദിസ് ഈസ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ദിസ് ഈസ് അമേസിംഗ്ലി ബ്യൂട്ടിഫുൾ. Slight right. What's so confusing? Huh? What's confusing about the road? This means റൈറ്റ് അങ്ങോട്ടാ പോണ്ടേ? അത് Are you sure about that? ഐപ്പയോ നമ്മള് പോണത്? Continue for 2 kilometers. ഐപ്പയിലോട്ട് പോകുമ്പോ പോണേ. പോവാലോ. നോക്കാം, നമുക്ക് വണ്ടി കയറുമോ, വണ്ടി പുറകോട്ട് വരുള്ളൂ, കൊക്കയിൽ ചാടുമെന്നൊക്കെ. അങ്ങോട്ട് പോ. ചുമ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. ഹെയർ പിൻ വളവുകളിലൂടെ നമ്മൾ വീണ്ടും ആൾട്ടിൻകായ വില്ലേജ് പോയ കണക്ക് അങ്ങോട്ടൊക്കെ താഴെ. പക്ഷെ ഇവർക്കൊന്നും നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ ഇതിലൂടെ കാണാൻ പറ്റുന്നില്ല അല്ലേ? സൈഡിലാണ് അത്രയും വ്യൂസ്. നമുക്ക് അവിടെ വണ്ടി നിർത്തിയിട്ടൊന്ന് നോക്കാം. ഇവിടെ വണ്ടി നിർത്തിയിട്ട് മുകളിലുണ്ടാവുമല്ലോ ഇച്ചിരി കൂടെ സ്ഥലം. ഓക്കെ, ഒരു ഹെയർ പിന്നും കൂടെ കയറി നോക്കാം അല്ലേ? ഒരു ഹെയർ പിന്നൂടെ പോയിട്ട് ഗ്രീസിന്റെ ഫ്ലാഗ് ഇടി. ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഫോട്ടോ എടുക്കായിരുന്നു. ഇനി അവിടുത്തെ വ്യൂ കാണത്തില്ലല്ലോ. മലയുടെ മുകളിൽ എന്താണ് നോക്ക്. मौसम ने भी अंगड़ाई फिर किस बात की है लड़ाई तू चल मैं आई तू चल मैं आई. ഓ അങ്ങോട്ടൊക്കെ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. I'm not missing this. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കാർ തുറന്നങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ കണ്ട വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ആണ്. സോ നമ്മൾ ആ വ്യൂസാണ് നിങ്ങളെ ഇനി കാണിക്കാൻ പോണത്. ഓക്കെ, എല്ലാ സൈഡിലും വ്യൂ ആണ്. ഇവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ. അപ്പോൾ ഒരു സൈഡ് മുതൽ തുടങ്ങാം നമുക്കല്ലേ? ഈ സൈഡ് മുതൽ തുടങ്ങാം. റെഡി? കണ്ടോ? പക്ഷെ നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം അടിപൊളിയായിട്ട് വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും എൻ്റെ മാക്സിമം ഞാനത് കാണിച്ചു തരാം. സൂപ്പർ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണം.
ഇത് സൈലക്കാസ്ട്രോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നൊരു നമ്മളൊരു 10 minutes ഡ്രൈവ് ചെയ്തതേ ഉള്ളൂ. മൗണ്ടൻ ടുവേർഡ്സ് ദ മൗണ്ടൻസ്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. ദേ ആ കാണുന്ന ടൗണാണ് സൈലക്കാസ്ട്രോ എന്ന് പറയുന്നത്. Absolutely stunning views from the top. ഈ സൈഡ് മുതൽ തുടങ്ങിയിട്ട് അങ്ങോട്ടുള്ള വ്യൂസ് കാണിച്ചു തരാം. ദൂരെ വരെ കാണും. ദൂരെ കണ്ട ഒരു വീടാണോ എന്തെങ്കിലും ഫാക്ടറി ആണോ എന്ന് അറിയത്തില്ല. പക്ഷേ മലയുടെ അടിവാരത്തിൽ ഇങ്ങനൊരു സ്ഥലമാണ്. പക്ഷെ നമ്മളിത് ക്യാമറയിലൂടെ കാണുമ്പോൾ എത്രത്തോളം അങ്ങനെ ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അതൊക്കെ വീടുകളാണെന്ന് തോന്നുന്നു. ഇവിടെ അടുത്തെങ്ങനെയൊക്കെയാണ് വീടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വൈകുന്നേരത്ത് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വീട് കണ്ടോ. അപ്പുറത്ത് കടലാണ്. സോ അവിടെ എവിടെയോ ആണ് നമ്മുടെ ഹോട്ടൽ. സോ ആത്തൻസിൽ നിന്ന് 150 കിലോമീറ്റേഴ്സ് വരണം. സൈലക്കാസ്ട്രോ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പെലപ്പനീസ് എന്ന് പറയുന്ന ഏരിയയിൽ സൈലക്കാസ്ട്രോ എന്ന് പറയുന്ന സ്ഥലമാണിത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത മറ്റേ സൈഡ് കാണിച്ചു തരാം. ഇത് ഒരു സൈഡേ ആയിട്ടുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ, കം ഓൺ ഗേൾസ്. മറ്റേ സൈഡ് നടന്ന് ഞാൻ കാണിച്ചു തരാം. സോ അങ്ങ് ദൂരെ കാണുന്നത് അത് സീ ആണ്. അത് നമ്മൾ ഇന്നലെ വൈകുന്നേരത്ത് സൈലക്കാസ്ട്രോ ഇങ്ങനെ സീ സൈഡിൽ കൂടെ നടന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കുറേ മൗണ്ടൻസൊക്കെ കാണാം. ഇതിൽ ഇത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല, എന്നാലും ചെറുതായിട്ട് കാണാം. സോ സൂപ്പർ വ്യൂസാണ് അവിടെ ഉണ്ടോ. സോ അവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി കയറി വന്ന റോഡാണിത്. ഓക്കെ, ഇവിടെ നിന്നുള്ള വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഭംഗിയുള്ള സ്ഥലമാണിത്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ സ്വിറ്റ്സർലൻഡിലൊക്കെ പോയപ്പോഴത്തേക്ക് കണ്ട അതേ ഒരു ഭംഗിയുള്ള സ്ഥലമാണിത്. ഇന്ന് പക്ഷെ വെയിലൊന്നുമില്ല. രാവിലെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു പണി കിട്ടി, ഇന്നെങ്ങും പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചാണ്. ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല. എന്നാൽ വലിയ വെയിലും ഇല്ല. ഇച്ചിരി വെയിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു രസമായിരുന്നേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ അതാണ് സൈലക്കാസ്ട്രോയുടെ ഭാഗങ്ങളാണത്. ഓക്കെ, ഓരോ ഭാഗമായിട്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ മറ്റേ
അടിപൊളി പ്രൊഫഷണൽ ക്യാമറയൊക്കെ കൊണ്ടുവന്നുണ്ടല്ലോ, സൂപ്പറായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഐഫോണാണ്. ഈ ഐഫോണിലാണ് ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എനിക്കിതിൽ വലുതായിട്ട് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ സിനിമാറ്റിക് മോഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നും പോകും. അപ്പോൾ ജസ്റ്റ് ഒരു HD ലെവലിൽ ഉള്ള വീഡിയോസ് എനിക്ക് എടുക്കാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇനി ഓരോന്നോരോന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ പ്രൊഫഷണൽ വ്ളോഗർമാർക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവർക്ക് അവരുടെ കയ്യിൽ ഈ ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ എക്സലൻറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നോർമൽ ടൂറിസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു ഏരിയ ആണിത്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കാറുണ്ടെങ്കിലേ ഇവിടെയൊക്കെ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ കാറ് ഹയർ ചെയ്തിട്ട് ഹോളിഡേക്ക് വന്നിട്ട് കാർ ഹയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഹോളിഡേയുടെ കൂടെയുള്ള മറ്റേ ബസ്സിൻ്റെ ടൂറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്ത് അവർ കൊണ്ടുവരത്തില്ല. സോ യു ഹാവ് ടു ബി ലൈക്ക് proactive and hire a car if you want to see places like this. Okay, so ഇതിൽ എത്രത്തോളം ഭംഗിയായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനിവിടെ നിന്ന് കാണുന്ന വ്യൂസ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിലും അതിമനോഹരമാണെന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഒന്നുകൂടെ പറയാം, സൈലോ കാസ്ട്രോ പെലപ്പനീസ് ഏരിയ ഏത്തൻസിൽ നിന്ന് ഒരു 150 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ്. സൈലോ കാസ്ട്രോയിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ്, സൈലോ കാസ്ട്രോ എന്ന് പറയുന്ന ചെറിയ ടൗണിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ് ഡ്രൈവാണ് ഈ സ്ഥലത്തോട്ട്, ഈ ഒരു മലമുകളിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ സ്ഥലങ്ങൾ പറയാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗ്രീക്ക് ആൽഫബറ്റിലാണ് അവർ എഴുതിയിരിക്കുന്നത്. സോ എനിക്കത് വായിക്കാനോ അത് പറഞ്ഞു തരാനോ അറിയത്തില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഇടാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വല്ലതും ചെയ്യാം. ആർക്കെങ്കിലും മലയാളികൾ ആരെങ്കിലും ഇവിടെ സന്ദർശിക്കുകയാണ്, ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ പറ്റും. ഓക്കെ, ശരി.